വിശ്വാസ പരിശീലന കമ്മീഷനും മിസിയോ ടീമും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന കരിഗ്മ കോഴ്സിന്റെ 8ാമത്തെ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഫ്രം ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 18 വേർഡ്സ് 20. ഈ അനുഗ്രഹീതമായ സംഗമം സ്വർഗീയ സാന്നിധ്യത്തോടെ ആകാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി ശ്രീ ഫ്രാൻസിസ് സിഡിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. തിരുസഭയാകും മൗതികദേഹം, യേശുവിൻ്റെ മൗതികദേഹം. കൂട്ടായ്മ കൂട്ടായ്മ ദൈവരാജ്യ കൂട്ടായ്മ. ഏകീകരിക്കുന്ന ആത്മാവിലാലെന്നും ഏകമനസായി തീർന്നിടും ബന്ധം. അപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. ആർദ്രതയേറുന്ന പാരസ്പര്യത്തിൻ്റെ അനുഭവമേകുന്ന ആത്മബന്ധം. അടയാളമാകാൻ സാക്ഷ്യമായി തീരാൻ നമ്മെ ഒരുക്കുന്ന കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. തിരുസഭയാകും മൗതികദേഹം, യേശുവിൻ്റെ മൗതികദേഹം. കൂട്ടായ്മ കൂട്ടായ്മ ദൈവരാജ്യ കൂട്ടായ്മ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് ചേർത്ത് അവിടുത്തെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു. മിസിയോ ടീം ലീഡർ പ്രൊഫസർ CC ആലിസ് കുട്ടി ആന്റിയെയും എല്ലാ റിസോഴ്സ് ടീമിനെയും കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, ഈ ഗ്രൂപ്പിലെ ഓരോ മക്കളെയും അങ്ങേ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്ത് ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. മിസിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ഫ്രാൻസിസ് അങ്കിൾ ആൻഡ് ജെസ്സി ആന്റി. ഈ അനുഗ്രഹീതമായ വേള നമുക്കായി ഒരുക്കിയത് പ്രോഗ്രാം കോർഡിനേറ്റർ ഫാദർ മാത്യു പുതിയാത്തും മിസിയോ ടീം സാരഥികളായ ആലിസക്കുട്ടി ആന്റിയും ടോമിച്ചൻ അങ്കിളും ചേർന്നാണ്. ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ ശ്രീ ഫ്രാൻസിസ് സി ഡി, മിസസ് ജെസ്സി തോമസ്, ഡോക്ടർ കാമലി, മിസസ് ജെസ്സി മാത്യു, ഡോക്ടർ അജി അഗസ്റ്റിൻ, മിസസ് ബിനു എബി എന്നിവരാണ്. ഈ സുദിനത്തിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവസാനമായി സമാപന സന്ദേശവും അനുഗ്രഹ പ്രാർത്ഥനയും നൽകുന്നതിനായി എത്തിയിരിക്കുന്ന റെവറൻഡ് ഫാദർ ഷിബു OCDയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രൊക്ലമേഷൻ നടത്തുന്നതിനായി ഡോക്ടർ കാർമലിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അനന്തമായ അതിരുകളില്ലാതെ. ആ സ്നേഹം അനുഭവിച്ചറിയുവാനും മറ്റുള്ളവരുമായി അത് പങ്കുവെച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കാതെ വരുന്നത് നമ്മിലെ പാപാവസ്ഥയാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കാൽവരിയിലെ കുരിശിൽ ചിന്തിയ തിരുരക്തം വഴി പാപങ്ങൾക്ക് വിടുതലും സ്വർഗീയ പ്രവേശനത്തിലുള്ള അവകാശവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ ഒരു സത്യം നമ്മൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് അവിടുത്തെ കർത്താവ് നാഥനുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു നിറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അനന്തമായ അപരിമേയമായ ശക്തിയാണ്. അങ്ങനെ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് നാം ഓരോരുത്തരും കൂട്ടായ്മകളിൽ ആയിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ എന്തിനാണ് കൂട്ടായ്മയിൽ ആയിരിക്കുന്നത്? കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ്? അതിന്റെ ആവശ്യകത എന്താണ്? എന്തിനു കൂട്ടായ്മകളിൽ ആയിരിക്കണം എന്നൊക്കെ വിശകലനം ചെയ്താൽ നമ്മുടെ ആത്മീയ മുന്നേറ്റം ഉറപ്പാകുമെന്ന് എനിക്ക് വഴിതെളിച്ചു തന്നത് മിസിയോ ടീമാണ്. അതിന്റെ ഓൺലൈൻ കോഴ്സാണ്. അതുപോലെ തന്നെ മിസിയോ ടീം നടത്തിയ ഫിസിക്കൽ കോഴ്സുകളിൽ നിന്നാണ്. 1-2 പേർ എന്റെ നാമത്തിൽ ചേരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള 1-2 വചനങ്ങൾ മാത്രമാണ് കൂട്ടായ്മയെ പറ്റി എന്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയോ സ്ഥലത്താണ് കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നത്. നമുക്കറിയാം, ഒരു കൂട്ടം വിറക് ഒന്നിനോടൊന്ന് ബന്ധമില്ലാതെ നിൽക്കുമ്പോൾ അതിലൊരു കൂട്ടായ്മയില്ല, അതൊരു കൂട്ടം മാത്രമാണ്. അതുപോലെ തന്നെ നിശ്ചലമായ ഒരു മൃതശരീരം പല അവയവങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്. എന്നാൽ ഈ ആത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഓരോ വ്യക്തിയും ആത്മാവും ജീവനുമുള്ള ചലനാത്മകതയുള്ള ക്രിയാത്മകതയുള്ള ഒരു ശരീരമാകുന്നു. അതിലെ പല അവയവങ്ങളെല്ലാം ചേർന്ന് ഒറ്റ ശരീരമായിട്ട് മാറുകയും നമുക്ക് പൗലോസ്ലീഹ പറയുന്ന പോലെ ഒരു അവയവത്തിന് മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് നിൽക്കാനോ ഒറ്റപ്പെട്ടു നിൽക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു. അവിടെയാണ് കൂട്ടായ്മയുടെ പ്രസക്തി ഉണ്ടാകുന്നത്. തീർച്ചയായും കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ദൈവം തന്നെ വലിയൊരു കൂട്ടായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു.
പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ദൈവം തന്റെ കൂട്ടായ്മയിൽ ആയിരുന്നുകൊണ്ട് തന്നെ ആദ്യത്തെ സൃഷ്ടികർമ്മം നടത്തുകയാണ്. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ടോ ആ മനുഷ്യനും പ്രപഞ്ചത്തോടും പ്രകൃതിയോടും എല്ലാ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളോടും ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതിനായിട്ട് ഏദൻ തോട്ടത്തിലാക്കുകയാണ്. കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി അവൻ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കാണുകയാണ്. സൃഷ്ടിപ്രപഞ്ചത്തോടുള്ള ഒരു കൂട്ടായ്മ മനുഷ്യന്റെ ഉത്തരവാദിത്തമാക്കിയാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയത്. മനുഷ്യർ ഈ കൂട്ടായ്മ വളരുന്നതിനുള്ള കാതലായ സംഭവം ആദത്തെ സൃഷ്ടിച്ച് ഇണയും തുണയുമായി ഹവ്വയെ കൂടി സൃഷ്ടിച്ച് ഒരു കുടുംബ കൂട്ടായ്മ സാധ്യമാക്കി എന്നുള്ളതാണ്. ഇനി അവിടെയും നിൽക്കുന്നില്ല. ദൈവമായ കർത്താവ് പറയുകയാണ്, വലിയൊരു ജനസഞ്ചയത്തിന്റെ കൂട്ടായ്മയിലേക്ക് അബ്രാഹത്തെ വിളിക്കുകയാണ്. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്റെ നാമത്തെ മഹത്വമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അബ്രാഹത്തെ കൂട്ടായ്മയുടെ വലിയ നേതാവാക്കി മാറ്റുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായം 12-ാം വാക്യത്തിലും പുറപ്പാട് 3:15 ഒക്കെ ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൂട്ടായ്മയുടെ പ്രാധാന്യം വരച്ചു കാണിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈശോ തിരുക്കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ള ഈശോയുടെ സാന്നിധ്യം, ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ഐക്യപ്പെട്ട് തിരുക്കുടുംബ കൂട്ടായ്മയിൽ ജീവിച്ച് ശിഷ്യരുടെ കൂട്ടായ്മ രൂപീകരിച്ച് തന്റെ ചങ്കിൽ നിന്നൊഴുകിയ രക്തത്താൽ തന്റെ പ്രിയ ശിഷ്യരിലൂടെ ലോകം മുഴുവനിലും രൂപപ്പെടുത്തിയ തിരുസഭ എന്ന കൂട്ടായ്മയാണ് നാം പിന്നീട് കാണുന്നത്. ആദിമസഭ, എനിക്ക് വളരെ അതിശയം തോന്നി. ആദിമസഭയുടെ ഒരു കൂട്ടായ്മ അനുഭവം എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും വലിയ സാക്ഷ്യമായി മാറുക എന്നുള്ളത്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 41, 42, 44, 46 തിരുവചനങ്ങളിലെല്ലാം നാം കാണുന്നത് ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരാൻ വേണ്ടി സഹായിക്കുന്ന തിരുവചനങ്ങളാണ്. ഒരുമിച്ച് അധ്വാനിക്കാനും ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കാനും സഹായിക്കാനും ചെറുത്തു നിൽക്കാനും പ്രതിരോധിക്കാനും മുപ്പരി ചരട് പോലെ ഫലം ചൂടുന്ന കൂട്ടായ്മ ശക്തമാണ്, ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗകന്റെ 4-ാം അധ്യായം 9-12 ഇപ്രകാരം പറയുന്നുണ്ട്. കൂട്ടായ്മയുടെ ഒരു ശക്തി വളരെ ആഴത്തിൽ ബോധ്യപ്പെടാൻ നമുക്ക് ഉപകരിക്കുന്ന ഒരു വചനമാണത്. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചേർക്കാൻ കഴിയും, എന്നാൽ മുപ്പരി ചരട് വേഗം പൊട്ടുകയില്ല എന്ന്. ആദ്യ മാതാപിതാക്കൾ കർത്താവിനെ ആശ്രയിക്കാതെ ദൈവം എന്ന മുപ്പരി ചരട് നഷ്ടപ്പെടുത്തിയപ്പോഴാണ് അവരുടെ ആ കൂട്ടായ്മ ശിഥിലമായി പോകുന്നത് നാം കാണുന്നത്. അപ്പോ ദൈവത്തോടും പ്രപഞ്ചത്തോടും പ്രപഞ്ച വസ്തുക്കളോടും എല്ലാമുള്ള കൂട്ടായ്മയാണ് അവരിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത്. ദൗത്യ നിർവഹണത്തിന് അയക്കുന്നതും ഈശോ 2 പേരെ വീതമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ 72 പേരെ വീതം ദൗത്യത്തിന് അയക്കുന്നതും നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 4 അംഗ കോർ ടീം കൂട്ടായ്മ കൂടി ഈശോയ്ക്കുണ്ടായിരുന്നു. പത്രോസും അന്ത്രയോസും യോഹന്നാനൊക്കെ ഉള്ള. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു എന്നുള്ളതാണ്. ഒരു 5-ാം സുവിശേഷമാകാൻ ഈ കൂട്ടായ്മ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന എല്ലാവരും യേശുവിന്റെ വചനം വർദ്ധിത വീര്യത്തോടെ ആത്മധൈര്യത്തോടെ കൂട്ടായ്മയിൽ ഘോഷിച്ചപ്പോൾ പന്തക്കുസ്ത നാളിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മാക്സിമം ഇള്ളൂത് എന്നുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ഒരു അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുക, രക്ഷാകര പദ്ധതി നിശ്ചലമായി നിന്നു പോകുമെന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ, വലയും വള്ളവും ഉപേക്ഷിക്കപ്പെട്ടവർ തിരിച്ചു വീണ്ടും ആ തങ്ങളുടെ ദൗത്യത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ പരിശുദ്ധ അമ്മ ആ സ്നേഹന്മാരെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് അവരിലേക്ക് ശക്തമായ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏകീകരണത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മെ ഏകീകരിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ ശക്തി വന്നു നിറയുമ്പോഴാണ് ഉചിതമായ കൂട്ടായ്മകൾ രൂപപ്പെടുകയും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഇങ്ങനെ പറയുന്നത്, 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതും നിങ്ങളെയും അറിയിക്കുന്നു, ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നു.
ഞങ്ങളുടെ കൂട്ടായ്മ ആകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ് എന്ന്. അതുകൊണ്ടാണ് സഹോദരി ആകയാൽ ഞങ്ങൾ എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് 1 കൊരിന്തോസ് 14:26 ജനങ്ങൾ അവരോട് ചോദിക്കുന്നത്. അപ്പോഴെന്താണ് ഈ കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു മനോഹരമായ ഒരു വചനം 1 കൊരിന്തോസ് 14:26 അത് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ എന്തെങ്കിലും ഉണ്ടായിരിക്കട്ടെ, ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്നാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക, നിങ്ങൾ സഹോദരി സഹോദരന്മാർ ഹൃദയത്തിൽ പരസ്പരം ഇടം കൊടുക്കണമെന്നും ഹൃദയഭാരം ഏറ്റെടുക്കണമെന്നും പരസ്പരം ഹൃദയഭാരം ഏറ്റെടുക്കണമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് കൂട്ടായ്മയിൽ ചെയ്യേണ്ട സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയൻ, കൂട്ടായ്മയുടെ ആത്മീയത എന്നാൽ എന്താണ് എന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ അവിടെ പറയുന്നത്. പരസ്പരം ഹൃദയത്തിൽ ഇടം കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുക. ടാഗോറിന്റെ ഒരു 4 വരി കവിത ഇപ്രകാരമാണ് ഞാൻ വായിച്ചത് ഓർക്കുന്നത്. നിന്റെ ക്ഷേത്ര ദർശനങ്ങളുടെ പുണ്യം എനിക്ക് വേണ്ട, നീ ദാഹിക്കുമ്പോൾ ചുണ്ടോട് ചേർക്കുന്ന പാനീയവും എനിക്കാകേണ്ട, നിന്റെ മാറിൽ കിടക്കുന്ന തങ്കപ്പതക്കവും ഞാനാകേണ്ട, നിന്റെ കാലുകളെ തഴുകി ഒഴുകുന്ന കല്ലോലിനിയും എനിക്കാകേണ്ട, പക്ഷെ ആരും കാണാതെ നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീരായാൽ മതി എന്ന് ടാഗോർ പാടി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകാനും പരസ്പരം ഭാരം വഹിച്ചു മുന്നേറാനും ആത്മാവിൽ നിറഞ്ഞ് കൂട്ടായ്മയിൽ വളർന്ന് ഒരു പക്വത പ്രാപിച്ചുകൊണ്ട് ഒരു ആത്മീയ മുന്നേറ്റം നടത്തുവാനാണ് നാം ഈ ഒരു കൂട്ടായ്മ എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രചോദനമാകുന്നത്. നമുക്കറിയാം, സമൂഹങ്ങളുടെ സമൂഹമായ കൂട്ടായ്മയുടെ കൂട്ടായ്മയായ ഇടവകയിലേക്കാണ് നാം നടന്നു ചെല്ലുക. കുടുംബ കൂട്ടായ്മകൾ ധാരാളം ആചരിക്കുകയും ആഘോഷിക്കുകയും അതിലെല്ലാം ഭാഗഭാക്കുകളാവുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുവാനാണ് വിളിച്ചിരിക്കുന്നത്. ആ കൂട്ടായ്മ അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഫ്രത്തേലി തൂത്തി എന്നുള്ളത് അന്വർത്ഥമാകും. അതായത് സകലരും സഹോദരർ, ഭൂമി ഒരു പൊതുഭവനം, എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള സമൃദ്ധി നമ്മുടെ ഭൂമിയിലുണ്ട്. അതായത് ഒരു പറുദീസ തന്നെയാണ് നമ്മുടെ ഭൂമി, നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞതെല്ലാം നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ ആർദ്രമായ ഹൃദയം, നമ്മുടെ വചനങ്ങൾ നിറഞ്ഞ നമ്മുടെ മനസ്സ് ഒക്കെ അപരന്റെ കണ്ണീരിലേക്കും അപരന്റെ ആവശ്യങ്ങളിലേക്കും ഒഴുകി ഇറങ്ങേണ്ടതാണ് എന്നുള്ള വസ്തുതയാണ് നാം ഹൃദയസ്ഥമാക്കേണ്ടത്. അപ്പൊ ഏക മനസ്സോടെ അവർ എങ്ങനെയാണ് അപ്പസ്തോലന്മാർ ആ കൂട്ടായ്മയിലായിരുന്നതെന്ന് ഓർക്കുക. ദേവാലയത്തിൽ അനുദിനം സമ്മേളിക്കുന്നു, വീടുകളിൽ സമ്മേളിക്കുന്നു, സദാ താല്പര്യപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു, തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് എല്ലാവർക്കുമായി എല്ലാം പങ്കുവെക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വചന പഠനം, നമ്മുടെ ധ്യാനം, നമ്മുടെ ആത്മീയ ശിക്ഷണം, നമ്മുടെ കുടുംബ പ്രാർത്ഥന, അങ്ങനെ നമ്മിൽ ഒരു ക്രിസ്തു ശിഷ്യൻ രൂപീകരിക്കപ്പെടുവാൻ എല്ലാം നമുക്ക് വളരെ എളുപ്പം സാധിക്കും. അപരനെ സഹായിക്കുക, മറ്റുള്ളവർക്ക് സാന്ത്വനവും മാർഗനിർദ്ദേശവുമാവുക, അങ്ങനെ പരസ്പരം നമ്മെ വിശദീകരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ വിട്ടുകൊടുക്കുവാനും മറ്റുള്ളവർ ഒരു ക്ഷമയുടെ വചനം നമ്മിൽ പൂർത്തീകരിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് എഫേസസ് 4:32 ഇങ്ങനെ പറയുന്നത്, ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരവയവത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. എല്ലാ അവയവങ്ങളും ഒത്തുചേരുന്നത് പോലെയാണ് കൂട്ടായ്മയുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്നോടുകൂടി ആയിരിക്കുവാൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ഒരു കൂട്ടായ്മയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന യേശുവിന്റെ മാതൃക തന്നെയാണ് ഈ കൂട്ടായ്മ രൂപീകരണത്തിലും കൂട്ടായ്മയിൽ നിന്ന് നാം സ്വീകരിക്കുന്നതിനും എല്ലാം ഉത്തമ മാതൃക. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടിയാവുമ്പോൾ മഴവില്ലിൽ തെളിയുന്ന ഒരു വർണ്ണപ്രപഞ്ചം, ആത്മീയത, മഴവില്ലിൽ വിരിയുന്ന ഒരു ആത്മീയത സൃഷ്ടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മുടെ ഇടങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും എല്ലാം ഒരു ആത്മീയതയുടെ ഒരു മുന്നേറ്റം ഉണ്ടാകുവാൻ ഈ കൂട്ടായ്മകൾ കൊണ്ട് ഉപകാരപ്പെടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുപ്പിരിച്ചരട് പൊട്ടുകയില്ല എന്നതുപോലെ കർത്താവിൽ ആശ്രയിക്കാം. നമ്മുടെ കൂട്ടായ്മയിലുള്ള ആത്മീയ മുന്നേറ്റം ഇനിയും പക്വതയോടെ തുടരാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Thank you, Kamali Aunty.
ഹൃദയസ്പർശിയായ പ്രൊക്ലമേഷൻ നടത്തിയതിന്. ടെസ്റ്റ് മണിക്കായി മിസസ് ജെസ്സി മാത്യുവിനെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറയും പോലെയാകും നീ. എൻ്റെ പേര് ജെസ്സി മാത്യു. ഞാൻ താമ്പ, ഫ്ലോറിഡയിൽ താമസിക്കുന്നു. എനിക്ക് ഹസ്ബൻഡ് ബിജു, 3 ആൺമക്കളും മൂത്ത മോൻ കല്യാണം കഴിച്ച മരുമകൾ ലോറിനുമായി ഇവിടെ താമസിക്കുന്നു. എൻ്റെ ജോലി നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ 10 വർഷത്തോളം CCD പഠിപ്പിച്ചതാണ്. അത് കാരണം എനിക്കറിയാം, ഇത് CCD ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് ആയത് കാരണം നിങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് എനിക്കറിയാം. മിസ്സിയോട് 11th ബാച്ചിൽ പ്രിലിമിനറി കോഴ്സ് കൂടുവാൻ എനിക്കൊരു അനുഗ്രഹം കിട്ടി. അതിനെ തുടർന്ന് 2024 ജനുവരിയിൽ കർക്കുറ്റി ഭവനിൽ വെച്ച് 6 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സ് കൂടുവാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. കുറിച്ച് ജീവിക്കുന്ന വിശുദ്ധരുടെ കൂടെ അഥവാ ഗുരുക്കന്മാരുടെ കൂട്ടായ്മ അനുഭവം ഞാൻ അനുഭവിച്ചത് ഇന്നലെ പോലെ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ലൂക്ക 12:15 പറയുന്നു, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അത് ഞാൻ മിസ്സിയോ ഭവനിൽ ഞാൻ അനുഭവിച്ചു. ചെന്നപ്പോൾ തന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ആദ്യ ദിവസം തന്നെ ഞങ്ങളെ ഒരു നല്ല കുമ്പസാരത്തിന് ഒരുക്കി അനുതാപത്തോടെ കുമ്പസാരിച്ച് യേശുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് തന്നെ ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഫ്രീ ബേഡായി മിസ്സിയ കൂട്ടായ്മയുടെ ഭാഗമായി തീർന്ന് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച കുറച്ച് ദിവസങ്ങൾ. മിസ്സിയ കൂട്ടായ്മയിൽ വലിയവരോ ചെറിയവരോ ഇല്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, സ്നേഹിക്കുന്ന, പരസ്പരം തെറ്റുകൾ തിരുത്തി സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു. ഞാൻ തിരിച്ച് USA മടങ്ങി വന്നപ്പോൾ മുതൽ എൻ്റെ സ്വഭാവ രൂപീകരണം സംഭവിച്ചത് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. കൂടുതൽ സമയം ബൈബിൾ വായിക്കുവാനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുവാനും വിശുദ്ധ കുർബാനയിൽ ക്രൂശിനോട് സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങി ബലിയർപ്പണം കൂടുതൽ തീക്ഷ്ണതയോടെ അനുഭവിക്കാനും ആത്മാക്കളെ നേടുവാനുമുള്ള ഒരു ദാഹം എന്നിൽ വളർന്നു വരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. കെറിഗ്മ കണ്ടുമുട്ടുന്നവരോടും കൂടെ ജോലി ചെയ്യുന്നവരോടും ശുശ്രൂഷിക്കുന്ന രോഗികളോടും പറയുവാൻ സാധിച്ചുകൊണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് വചനവിചിന്തനവും 7 നിത്യസത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നു. എന്നാൽ 2026 മാർച്ച് മാസം എൻ്റെ ജീവിതത്തിലെ സങ്കടവും സഹനവും നിറഞ്ഞൊരു മാസമായിരുന്നു. എൻ്റെ അനുജത്തി ഇവിടെയുണ്ട്. അവൾക്ക് ഒരു ദിവസം മൈഗ്രെയിൻ ഹെഡേക്ക് കഴിഞ്ഞ് ജോലിക്ക് പോയപ്പോൾ അവളുടെ കണ്ണിന് കാഴ്ച കുറഞ്ഞു. അവള് ഹസ്ബൻഡിനെ വിളിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് അവള് ഐ ഡോക്ടറിനെ കാണാൻ പോയി. അവര് കണ്ണ് പരിശോധിച്ച് കണ്ണിന് ഒരു ഐ ഗ്ലാസസ് കൊടുത്തു. അവള് തിരിച്ച് 2 ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ജോലിക്ക് ചെന്നപ്പോൾ വീണ്ടും കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ അവൾ ഓർത്തു ഇതെന്തായിരിക്കും പോലും. എന്നോടും വിളിച്ചു പറഞ്ഞു. പിന്നെ വീണ്ടും അവൾ കണ്ണാശുപത്രി പോയി. കണ്ണാടി വീണ്ടും അവർ മാറ്റി. അന്നേരം അവർ പറഞ്ഞു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് നിനക്ക് കുറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ലെന്ന്. വീണ്ടും അവൾ ജോലിക്ക് പോയി 2 ദിവസം. അത് കഴിഞ്ഞ് ജോലിക്ക് ചെന്നപ്പോൾ അവളുടെ കണ്ണിന് വീണ്ടും കാഴ്ച കുറയുന്ന അനുഭവം ഒക്കെ ഉണ്ടായി. അവൾ പിന്നെ മാനേജറോട് പറഞ്ഞ് മെഡിക്കൽ ലീവ് എടുത്തു. അതിനുശേഷം കണ്ണിൻ്റെ ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു കണ്ണിൻ്റെ പ്രഷർ ഒത്തിരി കൂടുതലാണ്, നിന്നെ ഞാനൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വിടാമെന്ന് പറഞ്ഞ് അവള് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് പോയി. സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോഴും അവർക്ക് പറഞ്ഞു പ്രഷർ കൂടുതലുണ്ടെങ്കിലും ഐ ഡ്രോപ്സ് തരാം, പക്ഷെ വേറൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാം, നിന്റെ കണ്ണിൻ്റെ കോർണിയ നാരമായി പോകുന്നത്, അത് കാരണമായിരിക്കും നിനക്ക് കാഴ്ച കുറയുന്നത്, കൃത്യമായിട്ട് വ്യക്തമല്ല എന്നവർ പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും വേറൊരു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ കട്രാക്റ്റോ ഗ്ലക്കാമിയോ ഒന്നും നിനക്കില്ല, നിന്റെ കോർണിയ നാരോ ആണ് ശരി തന്നെ, അത് പക്ഷെ ഡയലേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അത് നാരോ ആയിരിക്കുന്ന കാരണം കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ അവരൊരു വേറൊരു സ്മോൾ ഹോൾ ടെസ്റ്റ് ചെയ്ത് അവളുടെ ഒപ്റ്റിക് നെർവിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ ആ കാഴ്ച മറിഞ്ഞിരിക്കുന്നതായിരിക്കും, ഒപ്റ്റിക് നെർവിന് കുഴപ്പമില്ലല്ലോ ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ചു.
പക്ഷെ വീണ്ടും അവളുടെ കാഴ്ചകൾ മങ്ങി മങ്ങി വരുന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നപ്പോൾ ഞങ്ങളൊരു ചേട്ടൻ്റെ എൻ്റെ അനീത്തിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകളെ വിളിച്ചപ്പം അവളും പറഞ്ഞു, എന്നാൽ നാട്ടിൽ പോയി നല്ല കണ്ണ് ഡോക്ടർ എറണാകുളത്തുണ്ടല്ലോ, അവിടെ പോയി കാണാമെന്ന്. അങ്ങനെ എൻ്റെ അനുജത്തി ബിജിയും ഹസ്ബൻഡ് ബേബിച്ചനും കൂടി നാട്ടിലോട്ട് പോയി. നാട്ടിൽ ചെന്ന് പോയ വഴിക്ക് പ്ലെയിനിൽ വെച്ച് അവൾക്ക് ന്യൂറോളജിക്കൽ ചേഞ്ചസും ഒരു പേടിയും ഭയവും ഒക്കെ അവളിൽ വന്നത് കണ്ട് ബേബിച്ചൻ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ കണ്ണിൻ്റെ ആശുപത്രി പോകാതെ ഒരു ന്യൂറോ ആശുപത്രികളിലും കൂടെ കാണിക്കണം എന്ന് ബേബിച്ചന് തോന്നിയത് കാരണം ബേബിച്ചൻ അവളെ മെഡ്സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഒരാഴ്ചത്തെ എല്ലാ ടെസ്റ്റുകളും MRI, CT സ്കാൻ, ലാബ് വർക്കെല്ലാം നെഗറ്റീവായിട്ട് തന്നെ വന്നു. അവർക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം അവർ പറഞ്ഞു, ഇവളുടെ കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞു വരുന്നു, അവൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ കൂടി വരുന്നു. അപ്പം അവർ പറഞ്ഞു, തലച്ചോറിൻ്റെ ആവരണത്തിനുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന മരുന്നുകളൊന്നും കണ്ടുപിടിക്കാത്ത ഒരു അസുഖം CJD എന്ന് പറയുന്നത്, അത് പ്രയോൺ എന്ന ഒരു പ്രോട്ടീൻ, ഒരു അബ്നോർമൽ പ്രോട്ടീൻ, ആ പ്രോട്ടീൻ തലച്ചോറിലെ മറ്റ് പ്രോട്ടീനെ, നല്ല പ്രോട്ടീനെയും കൂടെ ആ രീതിയിലാക്കി മാറ്റുന്ന ഒരു അസുഖമാണ്. ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരാവുന്ന അസുഖം. CSF ഫ്ലൂയിഡ് എടുത്ത് അവർ ടെസ്റ്റ് ചെയ്തെങ്കിലും സ്ലൈറ്റ്ലി എലിവേഷൻ മാത്രമേ പ്രോട്ടീനിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ടെസ്റ്റ് നാട്ടിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അവർ പറഞ്ഞു അമേരിക്കയിലോ ജർമ്മനിക്കോ അയച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ രണ്ടാമത് അഡ്മിറ്റ് ചെയ്ത് CSF ഫ്ലൂയിഡ് ജർമ്മനിക്ക് അയച്ചു. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്തു. ജർമ്മനിക്ക് അയച്ച് ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ സഹോദരങ്ങൾ ഒന്നു ചേർന്ന് ഒരു ഐക്യത്തോടെയുള്ള ഒരു പ്രാർത്ഥനയിൽ ചേർന്നു. ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവായി വരണമേ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പക്ഷേ ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ, നമ്മൾ പല ഭാവനകൾ ചെയ്യും, പക്ഷേ ദൈവമാണല്ലോ നിശ്ചയിക്കുന്നത്. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു, അത് പോസിറ്റീവ്. CJD നമ്മളെല്ലാം പറയുന്നത് പോലെ പ്രയോൺ എന്ന ആ പ്രോട്ടീൻ എല്ലാ ബ്രെയിനിനെ നശിപ്പിക്കുന്നത്, അതായിരുന്നു അവളുടെ കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങളാരും സഹോദരങ്ങളും സ്പൗസും മക്കളും ഞങ്ങളുടെ ആത്മധൈര്യം കൈവിടിയാതെ ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ 16-12 കർത്താവെ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവയെ സുഖപ്പെടുത്തിയത്. ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും ഒരുമയോടെ ഒന്നു ചേർന്ന് ഓൺലൈൻ പ്രേയറിലും എല്ലാവരും അനുദപിച്ച് കുമ്പസാരിച്ച് പൂർണ്ണ സമർപ്പണം നടത്തി യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് തന്നെ വിശുദ്ധീകരിച്ച് ബേബിച്ചനും കുഞ്ഞുങ്ങളും ഒക്കെ കുമ്പസാരിച്ച് അവൾക്ക് രോഗീലേപനം കൊടുക്കുവാനും സാധിച്ചു. ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സഹനങ്ങളെല്ലാം കുരിശുമരണത്തോട് ചേർത്ത് വെച്ച് ദൈവമഹത്വം ദർശിക്കുവാനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 32:6 ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകവിഞ്ഞൊഴിയാലും അത് അവരെ സമീപിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 133:1 പറയുന്നു, സഹോദരങ്ങൾ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷവുമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ ഈ സഹനത്തെ ഓർത്ത് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ സഹനം കിട്ടുമ്പോൾ നിശബ്ദതയോടെ നിൽക്കണം, അത് അഭിഷേകമായി മാറും. ഫ്രാൻസിസ് അസീസിക്കുണ്ടായ സഹനം കൃപയായി മാറി. റോമ 12:20 ദാനിയേലിനോട് മാലാഖ പറഞ്ഞു, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടു. ഞങ്ങളെല്ലാവരും ഉപവാസമെടുത്തും വിട്ടുവീഴ്ചകൾ ചെയ്തും ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിച്ചും പ്രാർത്ഥന തുടരുന്നു. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വചനം ഞങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തുന്നു. എനിക്ക് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയും പരിശുദ്ധാത്മാഭിഷേകവും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കാൻ നമ്മൾ വചനം വായിക്കുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും അനുദിനം പരിശുദ്ധാത്മാവിന് നിറഞ്ഞ് പവിത്രമായ ജീവിതം നയിക്കുകയും അഭിഷിക്തരുമായി കണക്ഷൻ ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെ കുടുംബ കൂട്ടായ്മയിലും സഹോദര കൂട്ടായ്മയിലും സഭാ കൂട്ടായ്മയിലും ജോലി സ്ഥലത്തുമുള്ള കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാൻ നിറഞ്ഞ് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിൽ പങ്കാളിയായിക്കൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള ദാഹം വർദ്ധിച്ചും കൊണ്ടും ഇരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അധ്യായം 10:12 പറയുന്നു, ഈ ചെറിയൊരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമാഞ്ഞ് നിങ്ങളോട് പറയുന്നു.
ഹെബ്രായർ 10:24-25 ഇങ്ങനെ പറയുന്നു: സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവിൻ. എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപയോഗിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അങ്ങനെ കൂട്ടായ്മയിൽ പങ്കാളികളായി പ്രാർത്ഥനയിൽ വളരുവാൻ നമുക്ക് ശ്രമിക്കാം. CCD ടീച്ചേഴ്സായ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപ് കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മന്റെ നിറവിൽ യേശുവിന്റെ കണ്ണിലൂടെ ഈ ലോകത്തെയും തൻ്റെ മുമ്പിൽ വരുന്നവരെയും കാണുവാൻ സ്നേഹത്തോടെ ഈശോയോട് ചേർന്ന് ചെറിയ ചെറിയ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ പര്യാപ്തരാക്കുക. യേശുവിന്റെ ശക്തന്മാരായ പടയാളികളാകാൻ അവർക്ക് സാധിക്കട്ടെ. ആമേൻ. താങ്ക് യു ജെസ്സി ആന്റി. വളരെ ഹൃദയസ്പർശിയായ ടെസ്റ്റിമണിയായിരുന്നത്. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിനായി ഡോക്ടർ AJ അഗസ്റ്റിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ മനോഹരമായ ഒരു പ്രൊക്ലമേഷനും നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന കൂട്ടായ്മ അനുഭവത്തിന്റെ ഒരു നേർക്കാഴ്ചയും നമുക്ക് തീർച്ചയായിട്ടും ഈ പോയ നിമിഷങ്ങളിൽ കിട്ടിക്കഴിഞ്ഞതാണ്. നാം കേട്ട ഈ കൂട്ടായ്മയുടെ വചനാധിഷ്ഠിതമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വചനങ്ങളെ ഉദ്ധരിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് നിങ്ങളെ കുറെ സമയത്തേക്ക് ഞാൻ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ നമ്മൾ കേട്ടതാണ്, ജീവനില്ലാത്ത ശരീരം ഒരു കൂട്ടം അവയവങ്ങൾ മാത്രമാണ്. എന്നാൽ ജീവനും ആത്മാവും ഉള്ള ശരീരം ക്രിയാത്മകമായതാണ്. ആത്മാവുള്ള ശരീരമാണ് അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് ക്രിയാത്മക ശക്തിയായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളോട്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ടീച്ചേഴ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചകളില് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഒക്കെ ധ്യാനിച്ച് ചിന്തിച്ച് നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞവരാണ്. കൂട്ടവും കൂട്ടായ്മയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കാരണം ആ കൂട്ടായ്മയെ ശക്തിയുള്ളതാക്കുന്നത്, ചലനാത്മകമാക്കുന്നത്, ക്രിയാത്മകമാക്കുന്നത് ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മ നിറവ് അനുഭവിക്കുന്നവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുകയും ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുകയും ചിന്തകളും അവരുടെ മനസ്സുകളുമെല്ലാം ഒരുപോലെ ആവുകയും അവരങ്ങനെ ഒരു കൂട്ടായ്മയായി തീരുകയും ചെയ്തു. എത്ര മനോഹരമായ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് നമ്മുടെ ഒരുമിച്ചുള്ള വരവ്. എല്ലാവരും ഈ പരിശുദ്ധാത്മാ നിറവില് ഒരേ മനസ്സോടെ, ഒരേ ആശയത്തോടെ, ഒരേ ലക്ഷ്യത്തോടെ വരുമ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിയിലും നമ്മുടെ ചിന്തകളിലും വന്ന് ഒരേ ലക്ഷ്യം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൊച്ചുമക്കളുടെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തവർ യേശു ആകുന്ന ഒരു വലിയ കാര്യത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് നമ്മളെന്നുള്ളത് തന്നെ നമ്മളെ കുറെ കൂടി എളിമപ്പെടുത്തേണ്ടതാണ്. കൂട്ടായ്മ എന്നത് ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണെന്ന് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ കൂട്ടായ്മയിലാണ്. ഏകനായിരുന്ന ആദത്തിന് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല
അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ അവരെ ഇണകളായിട്ട് അവർക്ക് ജീവിക്കുവാനുള്ള എല്ലാം ഒരുക്കി ഒരു പർദീസ തന്നെ കൊടുത്ത ദൈവം ആ പർദീസയിലെ ഏദൻ തോട്ടത്തിൽ കൃഷി ചെയ്യുവാനും ആ ഭൂമിയെ സംരക്ഷിക്കുവാനും അതിന്റെ പാലകനായിട്ട് നിൽക്കുവാനുമാണ് മനുഷ്യനെ അവിടെ ആക്കിയതെന്ന് ഉൽപ്പത്തി 2:15 നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രപഞ്ചവുമായ ഒരു കൂട്ടായ്മയിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. നാം നേരത്തെ കേട്ടതാണ്, അബ്രഹാമിനെ വിളിക്കുന്ന ദൈവം ഒരു കുടുംബമായിട്ടും ഒരു ജനതയായിട്ടും കൂട്ടായ്മയിൽ വളരാനുള്ള ഒരു ക്ഷണമാണ് അവന് നൽകിയത്. അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം മനുഷ്യരോടും തമ്മിലുള്ള കൂട്ടായ്മയില് ദൈവം പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് നീ പറയുക. ഇസ്രായേൽ മക്കളോട് നീ ഇങ്ങനെയാണ് പറയേണ്ടത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, ആ കർത്താവ് എന്റെ മാത്രം കർത്താവല്ല, അത് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കുമെന്ന് ലേവ്യരുടെ പുസ്തകം 26:12 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം. ഇസ്രായേൽ മക്കള് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവര് കനാൻ ദേശത്തേക്ക് പോയ 40 വർഷവും അവരുടെ കൂടെ നടന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. പകൽ മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ടും അവരുടെ കൂടെ നടന്ന ദൈവം. ഈ ഭൂമിയിൽ തന്റെ ഏകപുത്രനെ അയക്കുവാൻ ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച സ്നേഹപിതാവായ ദൈവം പുത്രൻ ഇവിടെ വന്നപ്പോഴും ഈ ഭൂമിയിൽ ഒരു കുടുംബം, ഒരു തിരുക്കുടുംബ കൂട്ടായ്മയിലായിരിക്കുവാനാണ്. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും കൂടെയാണ് യേശു വളർന്നതെന്ന് നമുക്കറിയാം. യേശു തന്റെ എന്തിനാണോ തന്നെ അയച്ചത്, പിതാവിന്റെ ഇഷ്ടം എന്താണോ അതിനു വേണ്ടിയിട്ട് 30 വയസ്സിന് ശേഷം 3 കൊല്ലക്കാലം അവനെ തന്നോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനും പിശാചുക്കളെ പുറത്താക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ഒക്കെ ഒരു 12 പേരെ തെരഞ്ഞെടുത്ത് അവരെ പേര് ചൊല്ലി വിളിക്കുന്നതായിട്ടും ആ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലായിരുന്നു അവൻ വചനം അവർക്ക് പങ്കുവെച്ചു കൊടുത്തിരുന്നതെന്നും നമുക്കറിയാം. നമുക്കൊക്കെ അറിയാം, ഇന്ന് നമ്മള് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാള് ആഘോഷിച്ചവരാണ്. സഭയിൽ നിന്ന് കടമുള്ള ദിവസമായിട്ട് നമ്മൾ കരുതുന്ന ദിവസം കൂടിയാണ്. 10 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആഘോഷിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പന്തക്കുസ്ത അനുഭവം പരിശുദ്ധ അമ്മ ഭയപ്പെട്ട് മുറിയിൽ കതകടച്ചിരുന്നവരോട് പറഞ്ഞു, യേശു പറഞ്ഞിരിക്കുന്ന വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുക, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സഹായകൻ വരുന്നിടം വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കുക എന്ന് പറയുമ്പോഴേ അമ്മയുടെ ആ മധ്യസ്ഥതയില് അവര് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മാവിന് വേണ്ടി, സഹായകന് വേണ്ടി, ദൈവത്തിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നു. അവർക്ക് അത് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവരിലേക്ക് വന്ന ആ പരിശുദ്ധാത്മാവ് ഭയപ്പെട്ട് നാണംകുണികളായിട്ട് മാറി നിന്നിരുന്നവരൊക്കെ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകത്തക്ക രീതിയിൽ അവരെ ധൈര്യപ്പെടുത്തിയത് ആത്മാവാണെന്ന് നമുക്കറിയാം. പത്രോസിന്റെ വചനം ശ്രവിച്ച സഹോദരന്മാര് 39 നമ്മൾ വായിക്കുന്ന അപ്പോസ്തല പ്രവർത്തനം 2:39 സഹോദരൻ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങൾ അനുതപിക്കണം, യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. അത് അവര് കണ്ടതും കേട്ടതും പറഞ്ഞതും ഒക്കെ വിശ്വസിച്ച ആ ജനം സ്നാനം സ്വീകരിക്കുകയും ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നൊരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് വന്നപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ആ അധ്യായത്തിന്റെ 2:42, 44, 6, 46 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് അതിന്റെ തുടർച്ച നാം ഒക്കെ ആയിരിക്കുന്ന തിരുസഭയുടെ കൂട്ടായ്മയിലാണ്. നമ്മളെ ഇന്ന് സ്നേഹപൂർവ്വം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാപ്പ ലിയോ പാപ്പ പറയുകയാണ്, വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു വലിയ ജ്വാല
വീണ്ടും ലോകമെമ്പാടും പരക്കണം. എല്ലാ സന്മനസ്സുള്ള ആളുകൾക്കും അതിന് വഴിയൊരുക്കണമെന്ന്. അപ്പസ്തോല പ്രവർത്തനം 2:42 വായിക്കുകയാണ്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഇതാണ് കൂട്ടായ്മ അനുഭവത്തിലെ പരിശുദ്ധാത്മാവ് നിറവിലായിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത. അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതിയെന്ന് അപ്പസ്തോല 2:44 വായിക്കുമ്പോൾ, അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുമ്പോഴേ നേരത്തെ നമ്മൾ പ്രഘോഷണത്തിൽ കേട്ടതുപോലെ ആ കൂട്ടായ്മ അനുഭവത്തിൽ വരുമ്പോൾ മറ്റുള്ളവന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുവാനും അവന്റെ ഭാരങ്ങൾ വഹിക്കുവാനും നമ്മൾ തയ്യാറാവും. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു എന്ന് അപ്പസ്തോല പ്രവർത്തനം 2:46. അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ അവർ ഏക മനസ്സാകുന്നു. അതുകൊണ്ട് തന്നെ അവരിലെ സ്നേഹം വളരുന്നു. അവരുടെ ബന്ധങ്ങൾ കുറെ കൂടെ ദൃഢമാകുന്നു, അത് വളരുന്നു. അവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് യാതൊരു മടിയും ഉണ്ടാവില്ല, അതിൽ വളരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ അവർ ആഴപ്പെടുന്നു. പരസ്പരം അങ്ങനെ വളർച്ച നടക്കുന്നു, തിരുത്തലുകൾ സാധ്യമാകുന്നു. ആ കൂട്ടായ്മ പ്രാർത്ഥനയിലും പഠനത്തിലും തീർച്ചയായും ഒരുമിച്ച് നിന്ന് വളരുന്നതായിട്ട് നമുക്ക് കാണാം. ക്രിസ്തു ശിഷ്യന്മാരുടെ രൂപീകരണം എങ്ങനെയാണ്? ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാരതയോടെ പെരുമാറുവാൻ എഫേസോസിലെ സഭയോട് അപ്പസ്തോലൻ പറയുന്നുണ്ടെങ്കിൽ, ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പിതാവായ ദൈവം ആദിമാതാപിതാക്കളുടെ പാപം, അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യകുലം മുഴുവനും ചെയ്ത പാപം, ഇനിയും ഏറ്റവും അവസാനം ജനിക്കുന്ന വ്യക്തി ചെയ്യാനിരിക്കുന്ന പാപത്തിനും കൂടി പാപമില്ലാത്തവൻ പാപമായി നമുക്ക് വേണ്ടി നീതിരഹിതരായിട്ടുള്ള നമുക്ക് വേണ്ടി നീതിമാനായ തമ്പുരാൻ മരിച്ചതുപോലെ നമ്മളോട് ക്ഷമിച്ചെങ്കിൽ നിങ്ങളും പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ച് ഹൃദയാർദ്രതയോടെ പെരുമാറണം. അകൽ എന്ത് വേണം? 1 കൊരിന്തോസ് 14:26 നമ്മളിവിടെ പ്രഘോഷണത്തിൽ കേട്ടതാണ്. നമ്മൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെന്ന് 1 കൊരിന്തോസ് 14:26. അങ്ങനെയെങ്കിൽ ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരുവാൻ സഹായിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാവണം. ദൈവവചന ധ്യാനം നമുക്ക് ധാരാളമായിട്ട് നമ്മൾ കേട്ട ആ ടെസ്റ്റ് മണിയിൽ നമ്മൾ കേൾക്കുകയായിരുന്നു. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴല്ല, അതിനു മുമ്പ് തന്നെ നമുക്കറിയാവുന്ന ജെസിയൊക്കെ പ്രാർത്ഥനാനുഭവത്തിലും വചന ധ്യാനത്തിലും ഒക്കെ ആയിരുന്നെങ്കിലും ആ കുടുംബം മുഴുവനുമായിട്ട് സങ്കീർത്തകൻ പറയുന്നത് പോലെ 133 പറയുന്നത് പോലെ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന അവരുടെ കുടുംബം മുഴുവനും ദൈവവചന ധ്യാനത്തിലും വിട്ടുകൊടുക്കുവാനും എല്ലാവരും ക്ഷമിക്കുവാനും അങ്ങനെ വ്യക്തിപരമായി വളരുവാനും പ്രാർത്ഥന അനുഭവത്തിലായിരിക്കാനും കഴിഞ്ഞു. ഒരു കൗദാശിക ജീവിതത്തിൽ അവർ പറഞ്ഞല്ലോ, അങ്ങനെ വന്നു കഴിയുമ്പോഴേ വിശുദ്ധ ദിവ്യബലിയിലും അതുപോലെ കൗദാശികമായ ജീവിതത്തിലും വളരുവാൻ, അതുകൊണ്ട് തന്നെ വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങനെ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കുന്ന ദശാംശം, ഉടനെ നമ്മൾ സമ്പത്തായിരിക്കാൻ നമ്മൾ ആലോചിക്കുക. നമുക്ക് ദൈവം എന്തൊക്കെയാണ് ദാനം? എല്ലാം ദാനമാണ്, സമ്പത്ത് മാത്രമല്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ എല്ലാം, അതിൻ്റെ എല്ലാം ദശാംശം ഈ ലോകത്തിന് കൊടുത്താൽ എത്ര മനോഹരമാവും. അങ്ങനെ വരുമ്പോൾ നമ്മളും ആത്മീയമായ ശിക്ഷണത്തിൽ വളരുക. 1 യോഹന്നാൻ 1:3 നമ്മൾ പറയുകയാണ്, ഇത് നമ്മൾ കേട്ട വചനം തന്നെയാണ്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാവേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവരുടെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അപ്പോൾ എല്ലാവരും ദൈവത്തോട് കൂട്ടായ്മയിലാകുവാനായിട്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ അനുഭവത്തിൽ വന്നാൽ നമ്മൾ ദൈവിക ബന്ധത്തിൽ ആഴപ്പെടും, കൂട്ടായ്മയിൽ വളരുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. ഒരു ശരീരം പല അവയവങ്ങളെന്നാണ് POC ബൈബിളിലെ ഈ 1 കൊരിന്തോസ് 12-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് തന്നെ.
ഒരു ശരീരത്തിലെ പല അവയവങ്ങളുണ്ടെന്നും ഒന്നൊന്നിനോട് പൂരകമാണെന്നും ഒന്നിന് മറ്റൊന്നില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും ഞാൻ കാലല്ലാത്തത് കൊണ്ട് ഞാൻ ശരീരമല്ല എന്ന് പറഞ്ഞാൽ എല്ലാം ശരീരം കാല് മാത്രമായാലാകുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ചോദിക്കും. ഈ കൂട്ടായ്മയുടെ ആത്മീയതയെ, സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയനെ പറ്റിയും നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായാണ് നമ്മളോട് ഇത് ആവശ്യപ്പെടുന്നത്. സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകണം, പരസ്പരം ഭാരം വഹിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് കൂട്ടായ്മയുടെ ആത്മീയത. അങ്ങനെ നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശം മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ചയും ഈ കൂട്ടായ്മയുടെ ആത്മീയതയിലുള്ളത്. വീണ്ടും ഫ്രാൻസിസ് പാപ്പ സുവിശേഷ ആനന്ദിന്റെ 28ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടവക അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിലെ അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യസങ്കേതവും നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക. നമ്മുടെ ഇടവകകളിലെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന വ്യക്തികളെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും അവരെ ഇത് പഠിപ്പിക്കുവാനും അങ്ങനെ മഹാകൽപ്പനയായിട്ടുള്ള ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ള സുവിശേഷവൽക്കരണ കർത്താക്കളാകുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു വലിയ സമൂഹത്തോടാണ് ഞാൻ എൻ്റെ ഈ പ്രസന്റേഷൻ നടത്തുന്നതെന്നുള്ള ആ ബോധ്യം എന്നെ വീണ്ടും എളിമപ്പെടുത്തുന്നു. ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന എന്ന് പറയുമ്പോൾ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നത് മാത്രമല്ല. മത്തായി ശ്ലീഹായുടെ 25ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എനിക്ക് വിശന്നപ്പോൾ നീ ഭക്ഷണമായിരുന്നോ, എനിക്ക് ദാഹിച്ചപ്പോൾ നീ കുടിക്കുവാൻ തന്നോ, ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഉടുപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ആ 5-6 ചോദ്യങ്ങളുണ്ടല്ലോ. ഇതാണ് നമ്മളോട് ചോദിക്കാനുള്ളതെങ്കിൽ ഓരോ ഇടവകയും ഒരുവന് പാനം ചെയ്യുന്നതിന് അണയുന്ന പുണ്യസങ്കേതം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അവിടെ ഇതിനെല്ലാം ഉത്തരമുണ്ടാവേണ്ട ഒരിടമായിട്ട്, സമൂഹങ്ങളുടെ സമൂഹമായിട്ട് ഇടവകകൾ മാറണമെന്ന് സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് ആത്മനിറവിലെ പാപ്പ നമ്മളോട് പറഞ്ഞത്, സകലരും സഹോദരരാണ്, ഭൂമി ഒരു പൊതുഭവനമാണ്, പ്രത്യേകി തൂത്തി എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന് നമ്മളെല്ലാം സഹോദരന്മാരെ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. ഉൽപ്പത്തി മുതൽ ബൈബിളിലൂടെ പോകുമ്പോൾ ഈ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. പരിശുദ്ധ ത്രിത്വം മുതല് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതുപോലെ കണ്ട കാര്യങ്ങളും ഇനി അല്ലാതെ എന്തുമാത്രം കൂട്ടായ്മ അനുഭവം, കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന കുടുംബം ഒരു കൂട്ടായ്മയാവണം, നമ്മളായിരിക്കുന്ന സമൂഹം ഒരു കൂട്ടായ്മയായിരിക്കണം. അതിന് നമ്മളെ സഹായം ചെയ്യുന്നത് നമ്മുടെ ഇടവകയാണ്. ആ ഇടവകയിലൂടെ ഫൊറോനകളോ രൂപതകളിലൂടെ നമ്മൾ വലിയ ഒരു കൂട്ടായ്മയുടെ, സഭ എന്ന കൂട്ടായ്മയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ദൈവം അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൂട്ടായ്മ അനുഭവത്തിൽ ഈ പറയുന്നതെല്ലാം അനുഭവിച്ച് ദൈവത്തോട് ചേർന്ന് പോകുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമീൻ. താങ്ക് യു അങ്കിൾ. തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടായ്മയെക്കുറിച്ച് വളരെ ലളിതവും അർത്ഥാവത്വവുമായ എക്സ്പ്ലനേഷൻസിലൂടെ ഞങ്ങളെ പ്രബുദ്ധരാക്കിയതിന്. സമാപന സന്ദേശവും ബ്ലെസ്സിങ്സിനുമായി റെവറൻഡ് ഫാദർ ഷിബു ODCനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സുഖമെന്ന് എന്നെ കേൾക്കാമോ? കേൾക്കാം അച്ഛാ, കേൾക്കാം. ഓക്കെ. കൂട്ടായ്മയായിരുന്നല്ലോ നമ്മുടെ വിഷയം അല്ലേ? അതെ അതെ, കൂട്ടായ്മ. ഓക്കെ. കരിമയിലെ കൂട്ടായ്മ. ഞാനൊരു കൂട്ടായ്മ സ്ഥലത്തിരിക്കുന്നു. ഞങ്ങളൊരു കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രേക്ഷിതത്വ കൂട്ടായ്മയില്, വീട് വെച്ച് കൊടുക്കുന്ന ഒരു കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ പാവങ്ങളോട് ഭക്ഷണം ചെയ്യുന്ന കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെയാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആ ഒരു വീട്ടിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കൂട്ടായ്മയെ കുറിച്ച്. കൂട്ടായ്മയാണ് നമ്മുടെ ഒരു ഉള്ളിൽ വരുന്നത്. ദൈവം കൂട്ടായ്മയാണ്.
വിശ്വാസ ജീവിതം, അപ്പോസ്തലന്മാരുടെ ജീവിതം കൂട്ടായ്മയിലാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളെ കരിമ കോഴ്സിലാണ് നമ്മളത് വചനം പഠിച്ചു പോകുന്നുണ്ട്, കൂട്ടായ്മ പറ്റി പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഓടുന്ന ഒരു ചിത്രം, കരിഗ്മ ഇഷ്ടമുള്ള വിഷയമാണ്. കാരണം കരിഗ്മ ഒരു വൈദികൻ, ഒരു ഒരു അല്ലെങ്കിൽ ഒരു അൽമായൻ, ഒരു ക്രിസ്തു ശിഷ്യൻ ആകെ പറയാനുള്ളത് യേശു മരിച്ചു, സഹിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു എന്നുള്ളതാണ്. അത് ഭയങ്കര അനുഭവമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇത് ഓരോ വിഷയം കടന്നു പോകുമ്പോഴും ആ യേശുവിന്റെ പീഡാസഹനത്തോടും മരണത്തോടും ഉദ്ധാനത്തോടുമുള്ള കൂട്ടായ്മ അനുഭവമാണ് ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ വ്യത്യസ്തനാക്കാൻ പറ്റുന്നത്. പോലെ സപ്പോസ് പറയുന്നത് ആൾത്ത ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തു. ഞാൻ ക്രിസ്തു ആകുമ്പോഴാണ് അതാ ആ ഒരു ഡീപ്പസ്റ്റ് കൂട്ടായ്മ. ഞാനും ക്രിസ്തു ഒന്നാകുന്ന അവസ്ഥയിലേക്ക് ശിഷ്യന്മാരെല്ലാം അതിലേക്ക് വന്നത്. ഇപ്പോ ഭയപ്പെട്ടു പോയി ഇന്നത്തെ മത്തിയാസിന്റെ തിരുനാളും പറയുന്നത് ഒരു അപ്പോസ്തലന്റെ ശിഷ്യന്റെ അവൻ ശിഷ്യനാണ് തെളിവ്, അവൻ യേശുവിന്റെ പരസ്യ ജീവിതകാലത്തിൽ ഒരുമിച്ച് ജീവിച്ച് കാണണം, അവൻ മനസ്സിലാക്കി കാണണം. രണ്ടാമത്തത് യേശുവിന്റെ പീഡാസകനം അനുഭവിച്ച് കാണണം. അപ്പൊ ഡീപ്പസ്റ്റ് കൂട്ടായ്മ, ഏറ്റവും വലിയ കൂട്ടായ്മ അനുഭവം നമുക്കുണ്ടായത് ക്രിസ്തുവിന്റെ മരണത്തോട് ഒന്നാകുന്നുണ്ട്. ഇപ്പൊ കൂദാശകളുടെ എല്ലാം ബേസിക് തിയോളജി, ഒരു ദൈവശാസ്ത്രം ഇതാണ്. യേശു സഹിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു. അതിലാണ് നമ്മൾ പങ്കുപറ്റുന്നത്. അത് കുർബാനയാണെങ്കിലും മാമോദീസയാണെങ്കിലും അത് മറ്റുള്ള വിവാഹമാണെങ്കിലും പൗരോഹിത്യമാണെങ്കിലും കൂദാശകളിലെല്ലാം അടങ്ങിയിരിക്കുന്ന യേശു ആ ഒരു രഹസ്യത്തിലേക്കുള്ള പങ്കുചേരലാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മദർ തെരേസ ഓഫ് കൽക്കട്ടയിലെ അമ്മ ഇവിടെ കേരളത്തിൽ വന്നത് ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് വന്നത്. ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൽക്കട്ട തെരുവീതിയിലെ കാഴ്ചകൾ കണ്ടു. അവിടെ കിടക്കുന്ന രോഗികളായിട്ടുള്ളവരെ കണ്ടു, വേദനിക്കുന്നവരെ കണ്ടു, ആദ്യത്തെ വർഷമൊക്കെ കണ്ടു, സഹതാപമുണ്ട്, ക്ഷീണം മോഹമുണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 2ാം വർഷം കണ്ടു, ഇങ്ങനെ 3-4 വർഷം കണ്ടു എന്നാ പറയുന്നത്. ഒരു പ്രാവശ്യം ധ്യാനത്തിന് പോയപ്പോ ഈ കാഴ്ചയും കൊണ്ടാണ് വാർഷിക ധ്യാനത്തിന് പോയത്. ഈ വാർഷിക ധ്യാന സമയത്ത് മദർ തെരേസയിലെ കൽക്കട്ടയിലെ മദർ തെരേസയും ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാരുടെ വേദനയുടെ കാഴ്ചയും കേൾവിയും കുരിശിൽ കിടന്ന് പിടയുന്ന ക്രിസ്തു ഒന്നായപ്പോഴാണ് ഈ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന സിസ്റ്റർ കൽക്കട്ടയിലെ മദർ തെരേസയായിരുന്നു. ദാറ്റ്സ് എ കൂട്ടായ്മയുടെ അനുഭവം. ദാറ്റ്സ് എ ഡീപ്പസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് കമ്മ്യൂണിയൻ വിത്ത് ദ ലോർഡ്. ഇതിനാണ് നമ്മൾ ബാക്കിയുള്ളെല്ലാം പറയണേ കമ്മ്യൂണിയൻ ആയിരുന്ന ഈ അനുഭവത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ പണി. അതാണ് കരിഗ്മ അനുഭവം. അപ്പൊ മദർ തെരേസ അപ്പോ ഡ്രസ്സ് മാറി സാധാരണക്കാരിയായിട്ടുള്ള സാരി കൊടുത്ത് പിന്നെ തെരുവിൽ നടന്നു എന്ന് പറഞ്ഞത്. ആ നടപ്പ് ഒരു കോൺഗ്രിഗേഷൻ രൂപീകരണമായി നന്മ ചെയ്ത ഒരു വിശുദ്ധിയായ അമ്മയായിട്ട് മാറി. അപ്പൊ ഇത് സാധ്യമായത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് ഞാനെന്ന വ്യക്തിയും ഞാൻ കണ്ട മിഷന്റെ കാഴ്ചയും ഒന്നിച്ചപ്പോഴാണ്. ഇതെങ്ങനെ ഒന്നിക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല. അത് ഒന്നിക്കണം. അത് കർത്താവിന്റെ കൂടെ ഇരുന്ന് ഓരോ കൂദാശയിലും ആ പീഡാസഹനം മനസ്സിലാക്കാൻ ശ്രമിച്ച് ഞാൻ കാണുന്ന കാഴ്ചയും കൂടി കൂട്ടി യോജിക്കുമ്പോഴാണ് കരിഗ്മാനം വരത്തുള്ളൂ, അത് പ്രേക്ഷിതയാകത്തുള്ളൂ. അവിടെയാണ് പ്രസംഗങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാ ദിവസവും ഈ അനുഭവത്തിൽ നിന്ന് പ്രസംഗം പറയുമ്പോൾ എല്ലാ ദിവസവും പുതിയ അനുഭവമാണ്, പുതിയ സ്നേഹമാണ്, പുതിയ കൂട്ടായ്മയുടെ എല്ലാ ദിവസവും പുതിയ കൂട്ടായ്മ. യേശു സ്വീകരിക്കുമ്പോൾ യേശുവിടെ കൂട്ടായ്മയിലായി. ഭയങ്കര ആനന്ദമാണ് പറയാനുള്ളത്. അപ്പോ ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു കരിഗ്മ ഫോർമേഷനില് കർത്താവിന്റെ ചാര ഇരുന്ന് അമ്മ ഇരുന്നത് പോലെ, കുരിശിന്റെ താഴെ അമ്മ ഇരുന്നത് പോലെ, ആ കുരിശുമായിട്ട് ഒന്നായതുപോലെ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ശിഷ്യന്മാരെ കൂട്ടായ്മ നിർത്താൻ പറ്റിയത്. യേശുവിന് കുരിശിന്റെ അടുത്തിരുന്ന് ആ കുരിശിന്റെ രഹസ്യം സ്വന്തമാക്കി. ആ സ്വന്തമാക്കാൻ പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് സ്വന്തമാക്കാൻ. അപ്പൊ നമ്മുടെ ബന്ധം ഈ കൂട്ടായ്മയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനുഷികത ഇല്ലാതാകണം, നമ്മുടെ ചിന്ത ഇല്ലാതാകണം, നമ്മുടെ തീരുമാനങ്ങൾ ഇല്ലാതാകണം, ഞാനില്ലാതാകണം. അതിന് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് കുരിശിലേക്കാണ്. അപ്പൊ നമുക്ക് കുരിശിൽ യേശുവിന്റെ കൂടെ കിടന്ന് തറയ്ക്കപ്പെടാൻ പറ്റണം. യേശുവിന്റെ കുരിശിൽ എന്റെ കൈകൾ വെച്ച് തറയ്ക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ഇതൊരു പ്രോസസ്സാണ്. അപ്പോ ഈ പരിശുദ്ധാത്മാവാണ് കൂട്ടായ്മയിൽ കൊണ്ടുപോകുന്നത് നമ്മളെ.
അതിന് അമ്മ നമുക്ക് മാതൃസംഭവിച്ച ശക്തി തരും. അപ്പൊ കൂട്ടായ്മയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഐഡായി. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകൾ വരുന്നത്, ഭാഷാപരമൊക്കെ വരുന്നത്. ഭാഷാപരത്ത് വരുമ്പോൾ എന്റെ ചിന്ത, എന്റെ ശബ്ദം, ഞാനല്ലാതാകുന്നു. പരിശുദ്ധാത്മ എന്നോട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. അപ്പൊ ആ ഒരു ഇൻഫോമൽ ഇപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മകളിലെല്ലാം നഷ്ടമാകുന്ന ഞാൻ മരിക്കണില്ലല്ലോ, ഞാൻ മരിക്കുന്നില്ല. ഞാനെന്ന ആള് ഉണ്ട്, ഞാനാണ് അത്ഭുതം ചെയ്യുന്നത്, ക്രിസ്തു അല്ല. ഇല്ല, പലപ്പോഴും നമ്മുടെ പല ഇതിലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതാണ്. ഞാൻ അത്ഭുതം ചെയ്തു, എന്റെ ശബ്ദമാണ്, ഞാൻ പറയുമ്പോൾ ഞാനല്ല, യേശുവിന്റെ വാക്കാണ്, യേശുവിന്റെ പവറാണ്, യേശുവാണെന്ന് വന്നാലേ അത് പരിശുദ്ധാത്മ അതിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ പരിശുദ്ധാത്മ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഫോർമൽ നമ്മളെന്നതൊക്കെ മറന്ന് ഒരു നോർമൽ ലോജിക്ക് മറന്നിട്ട് ലോജിക്കല്ലാത്ത ഒരു ഭ്രാന്തമായ ഒരു ബന്ധം വരും. അതാണ് ആദ്യമ ക്രൈസ്തവ സമൂഹത്തൊക്കെ എല്ലാം അവർക്ക് വിറ്റുകളാൻ തോന്നിയത് കൊണ്ടാണ്. ഒരു ഭ്രാന്താകുന്നു. പരിശുദ്ധാത്മ എന്ന് പറയുമ്പോൾ ഒരു ഭ്രാന്ത് വരും, നമ്മളില്ലാതാകും, ചിന്ത പോവും, നമ്മുടെ ലോജിക്ക് പോവും, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവനിങ്ങനെ നയിക്കും. അതുകൊണ്ടാണ് എല്ലാം വിൽക്കുന്നത് എളുപ്പമൊന്നുമല്ല. എല്ലാ സുരക്ഷിതത്വം കളഞ്ഞിട്ട് ഇറങ്ങി ഒരുമിച്ച് ഒന്ന് പങ്കുവെച്ച് ജീവിച്ചു എന്നാ പറയുന്നത്. ആദ്യം ക്രൈസ്തവം അങ്ങനെയായിരുന്നു. ഇത് ഭ്രാന്ത്, ആത്മാവിൽ കൂട്ടായ്മ വരുമ്പോഴുള്ള ഒരു ഭ്രാന്താനുഭവമാണത്. അപ്പൊ നമുക്ക് ഇത് ആകണം. ഇത് നമ്മൾ പരിശുദ്ധാത്മ വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ നമ്മളായി വരുന്നതുകൊണ്ടാണ് പലപ്പോഴും കൂട്ടായ്മ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഈ എടുക്കുന്ന ഒരു എഫേർട്ട് നന്ദി പറയുന്നു. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സിലൂടെയാണ്, ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള കോഴ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ വെറുതെ എങ്കിലും ഇരുന്നിട്ട് യേശുവിന്റെ പീഡാസനം വെറുതെ അനുഭവിക്കാൻ ശ്രമിക്കുക. അച്ഛനായ എനിക്കുള്ള വേദന ഇതാണ്, ഞാൻ ക്രിസ്തു ഇതെന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ഇത് ക്രിസ്തു ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അത് ഒരച്ഛന്റെ നമ്പറാണ്. ക്രിസ്തു പറഞ്ഞ പോലെ പറയാൻ പറ്റുമ്പോഴാണ്, ആ ഒരു കൂട്ടായ്മയിൽ പറയാൻ പറ്റുമ്പോഴാണ് ആ ഭയങ്കര ബലിയാണ്. നമ്മൾ വചനപ്രഘോഷണവും ക്രിസ്തു പറഞ്ഞ പോലെ വചനം പറയുമ്പോഴാണ്. അപ്പൊ ആകെ പറയാൻ പറ്റുന്ന ഒരു വാക്ക് സ്നേഹിക്കുന്നില്ല, വേറെ ഒന്നും പറയാനില്ല, വേറെ കഥകളൊന്നും ഇല്ല, വേറെ അനുഭവം ഒന്നും പറയണ്ട. യേശു സ്നേഹിക്കുന്നത് നമ്മുടെ ഒരു വാക്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് യോഹന്നാൻ എപ്പോഴും സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, സ്നേഹം മാത്രമേ പറയാനുള്ളൂ. സ്നേഹിക്കുന്ന കൂട്ടായ്മയിൽ സംഭവിക്കുന്ന കാര്യം സ്നേഹം മാത്രമാണ്. അപ്പോ ഒരു സ്നേഹയാത്ര, യേശുവിന്റെ പീഡാസന അനുഭവ യാത്ര, മദർ തെരേസ സംഭവിച്ചതുപോലെ സ്വയം മറന്ന് യേശുവിന്റെ കുരിശോട് ചേർന്ന് ഒരു പ്രേക്ഷിതത്വം കൂടി ഒരുമിക്കുമ്പോൾ ഒന്നിക്കണം. അപ്പൊ ഈ യാത്രയിൽ നിങ്ങൾക്ക് അത് സംഭവിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത യാത്രയുണ്ട്, ഒരു വേദോപദേശ പഠനത്തിന്റെ യാത്രയുണ്ട്. അവിടെ വെറുതെ പഠിപ്പിക്കലല്ലോ, അവിടുത്തെ ഓരോ കുട്ടികളുടെയും ജീവിതങ്ങൾ എന്റെ കയ്യിലെടുത്തിട്ട് ഞാനും ആ കുട്ടിയും യേശുവിട്ട് ഒന്നിക്കുമ്പോൾ ആ കുട്ടിയോട് ഞാൻ വചനം പോലും വ്യത്യസ്തമാകും. അതാണ് വ്യത്യാസം. ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിച്ച്, അവൻ കടന്നു പോകുന്ന നൊമ്പരങ്ങളെ കാണാൻ ശ്രമിച്ച്, ആ വേദന ക്രിസ്തുവിന്റെ വേദന, അവന്റെ കരച്ചിലൊക്കെ ക്രിസ്തുവിന്റെ കരച്ചിലായിട്ട് മനസ്സിലാക്കി ആ ക്രിസ്തുവിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് കൂട്ടായ്മ അനുഭവിച്ചാൽ, ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഓരോ കുട്ടിയോട് ഞാൻ സംസാരിക്കുന്നത് ആ രീതിയിലാവും. വചനം പറയുന്നത്, മതബോധനം സംസാരിക്കുന്നത് അങ്ങനെയാവും. ഈ ഏരിയയുടെ മിസ്സിങ്. നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ല, 42 കുട്ടികളും യേശുവിന്റെ പീഡാസനം അനുഭവിക്കുന്ന പല രീതിയിലാണ്. ഇത് മനസ്സിലാക്കാനുള്ള എക്സ്ട്രാ എഫേർട്ടാണ് ഈ കെരിഗ്മ കോഴ്സ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം. അപ്പോ ഓരോ കുട്ടിയോടും കൂട്ടായ്മ ഒരു മതബോധന ടീച്ചറിനെ ആ ക്ലാസ്സത്തിന് വരികയാണ്. ആ ടീച്ചറും ആ ഒരു കുട്ടിയും ആ കുട്ടിയുടെ കുടുംബവും ആയിട്ടുള്ള അവരുടെ വിഷയങ്ങളെല്ലാം അതിൽ വരണം. അത് ഭയങ്കര എഫേർട്ടാണ്. അതുണ്ടാക്കാൻ വന്ന മാറ്റം, ഒരു കുട്ടിയുടെ ആത്മഹത്യ ചോദിച്ചിട്ട് സുഖമാണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഭയങ്കര വലുതാണ്. അപ്പൊ എന്റെ പ്രാർത്ഥന ഇതാണ്, അതിലേക്ക് നയിക്കപ്പെടട്ടെ. യേശുവിന്റെ പീഡാസനത്തെ കെരിഗ്മാനുഭവം ഉണ്ടാകട്ടെ. ആത്മാവിൽ ഭ്രാന്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റട്ടെ എന്നാണ് ആശംസ. അപ്പൊ ചിലപ്പോൾ ഭ്രാന്തമാണ്. ആദ്യമേ പോലെ എല്ലാ ഉപേക്ഷികൾ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരാൻ പറ്റട്ടെ എന്നാണ് ആശംസ. യേശുവിന്റെ നാമത്തിൽ ഇതിനെ എഫേർട്ട് എടുക്കുന്ന എല്ലാവരെയും, മതബോധന വിഭാഗത്തെ, പ്രത്യേകിച്ച് KLCBCയുടെ മതബോധന കമ്മീഷനെ, മാത്യു അച്ഛനെ, ഈ പല സ്ഥലത്തുനിന്ന് ജോയിൻ ചെയ്യുന്നവരെ ഒക്കെ അനുമോദിച്ചുകൊണ്ട് യേശുവിന്റെ കൂട്ടായ്മ അനുഭവമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് യേശുവിന്റെ പീഡാസനം അനുഭവിക്കാൻ ശ്രമിക്കാം. പിടയുന്ന ക്രിസ്തുവിനെ കാണുക, കുരിശിൽ കിടന്ന് പിടയുന്ന ക്രിസ്തുവിനെ കാണുക. ആ കൂട്ടായ്മയിലേക്കാണ്, ആ പിടയുന്ന സ്നേഹത്തിലേക്കാണ് ഞാനും എന്റെ മതബോധന കുട്ടിയും കൊണ്ടുപോകേണ്ടത്. ആ രക്തത്തിൽ ഞാൻ ആ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കണം, ഒരു പുതിയ മാമോദീസ. ആ രക്തത്തിൽ കുളിപ്പിച്ച് ആത്മാവിന്റെ അഭിഷേകം കൊടുക്കണം.
ആ രക്തത്തെ കുളിപ്പിച്ച് കുർബാന കൊടുക്കണം. യേശുവിന്റെ രക്തത്തെ കുളിപ്പിടിച്ചെടുക്കണം. ആ കുട്ടിയിലൂടെ ഓരോ കുടുംബത്തെയും കുളിപ്പിച്ചെടുക്കണം. അതിനായിട്ട് എന്നെ സഹായിക്കണമേ. ഓരോ കുട്ടിയിലൂടെയും ഓരോ കൂട്ടായ്മ രൂപപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കട്ടെ. അമേൻ. താങ്ക് യു ഫാദർ. ഈ അനുഗ്രഹ നിമിഷത്തിൽ ഞങ്ങളോട് നല്ലൊരു സന്ദേശം പങ്കുവച്ചതിനും ബ്ലെസ്സിങ്സിനും ഒത്തിരി നന്ദി. സമാപന ഗാനത്തോടു കൂടെ നമ്മുടെ ഈ സെക്ഷൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ആർജവത്തോടു കൂടി വിശ്വാസ പരിശീലന രംഗത്ത് ശോഭിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് സമാപന ഗാനത്തിനായി മിസസ് ബിനു എബിയെ ക്ഷണിക്കുന്നു. നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ, നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ. എണ്ണമില്ലാതുള്ള ൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ളൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ, നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ. പാപത്താൽ മുറിവേറ്റ പായ ചേർത്തണച്ചുവല്ലോ, പാപത്താൽ മുറിവേറ്റ പായ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ, നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ. ഊരിരുൾ താഴ്വരന്റെ പാതയിൽ ദീപമായി വന്നവൻ, ഊരിരുൾ താഴ്വരന്റെ പാതയിൽ ദീപമായി വന്നവല്ലോ. നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ, നന്ദി നന്ദി എന്റെ ദൈവമേ, നന്ദി എന്റെ യേശുപരാ, നന്ദി എൻ യേശുപരാ.